കാത്തിരുന്ന ദിവസമാണ് നിങ്ങളെ ക്യാപ്റ്റൻ ആരാ? ക്യാപ്റ്റൻ വീണ്ടും. അല്ല അപ്പൊ നിങ്ങള് ഒരാള് പരിക്കെത്തിക്കാണ്ട് ക്യാപ്റ്റന് പോയില്ലേ? അപ്പൊ അതിന് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ല? ക്യാപ്റ്റൻ വരും. നിങ്ങളെ ഫാൻസിന്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം. രുദ്രാജ് എന്നുള്ള ബാറ്റ്സ്മാൻ പോയില് ഞങ്ങൾക്ക് സങ്കടം. ക്യാപ്റ്റനാ? ക്യാപ്റ്റൻ ഇവിടെ തല വന്നില്ലേ? ക്യാപ്റ്റൻ പ്രശ്നം ഞങ്ങൾക്ക് എന്താ പ്രശ്നം വെച്ചാല് ബാറ്റിംഗിൽ ഇനിയിപ്പോ എന്തൊക്കെ കാട്ടുന്നില്ല. അതാണ് ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഇനിയിപ്പോ ഇറക്കേണ്ടി വരും. ഹൂഡനും വിജയ് ശങ്കറും കൂടെ ഒക്കെ അറിയില്ല. ആണെങ്കിൽ ഇപ്പൊ തല വേണമെങ്കിൽ കൊണ്ടുപോകാൻ ഓപ്പണിങ്ങിനോട് കോൺവോയും മറ്റേ ഞങ്ങൾക്ക് ബേജാറില്ല. കൊണ്ടോണ് വേണമെങ്കിൽ നിങ്ങൾ തല ഓക്കെയാണ്. തലക്കാവക പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ കളി കണ്ടടി തല ക്യാപ്റ്റൻ. സാധാരണഗതിയില് ഇങ്ങനെ ഈ മൂപ്പര് ബാറ്റ് ചെയ്യാൻ വരുമ്പോഴല്ലോ ഒച്ചപ്പാട്. ഇപ്രാവശ്യം നിങ്ങൾ കണ്ടോളി. ചെപ്പോക്ക് കിടുങ്ങും. ആ ടോസിന്റെ സമയത്തൊക്കെ അത് മാത്രം ഞങ്ങൾ ജയിച്ചോണ്ട് ഇന്നത്തെ കളി ജയിക്കും. തല ഒന്നും ചെയ്യാം. അവസാനമായി ക്യാപ്റ്റൻ ആയതൊന്ന് ഓർമ്മണ്ടാ എന്നാ കപ്പുണ്ടേ. 2023 കപ്പ് എടുത്തുകൊണ്ടാണ് തല ക്യാപ്റ്റൻസി മാറുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അവിടെ പറയാൻ തല വന്നാ മാറും. കപ്പ് ഞങ്ങൾക്ക് കിട്ടിയ പോലെ വേറെ ആർക്കുണ്ട്? ഞങ്ങൾക്ക് കിട്ടിയോലും മൊത്തം അടിവാരത്താണല്ലോ. നിങ്ങളും അടിവാരത്താണ്. ഞങ്ങൾ അടിവാരത്തിലൊന്നും, ഞങ്ങൾ സെൻട്രലാണ്. അങ്ങോട്ടും നിങ്ങളും ബോട്ടം ഹാഫിലാണ്. 6ാമതാണ് ഞങ്ങൾ സെൻട്രൽ. മെച്ചൊന്നുമില്ല, ഒരു ഇത്തിരി മെച്ചം. ആ മെച്ചെന്ന് തീരുമാനമാവും. ആ മെച്ചത്തിന്റെ കാര്യം ഇന്ന് തലയും കുട്ടികളും തീരുമാനാക്കി തരും. ഇത് തലന്റെ കുട്ടിയാണ്. ഋതുരാജിന്റെ CSK അല്ല, തലന്റെ CSK. പറയാനുള്ളതുകൊണ്ട് അങ്ങനെ പറയാനുള്ള ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് 2020 ഒരാൾ വന്ന് 10 ബോൾ 20 അടിച്ചാൽ അതന്നെ വലുത്. അങ്ങനെ എല്ലാരും 10 ബോൾ 20 അടിച്ചാൽ എത്ര എണ്ണായി? ഞങ്ങൾക്ക് എല്ലാവരും നല്ല ഫോമിലാണ്. നിങ്ങൾക്ക് ആരും നിങ്ങൾ കഴിഞ്ഞ കളിയൊക്കെ എന്താ കാട്ടി? എല്ലാ കളികളും ജയിച്ചു. ചെറുതായിട്ടൊരു ഫോം ഔട്ടാണ്. പക്ഷെ ഒരു കളിയിൽ 30 ഫോമിലല്ല, പുടുത്തം വിട്ട ഫോമിലാണ്. കഴിഞ്ഞ കളി നിങ്ങൾ എന്തോ ഒരു മെച്ചാണ്. ആ റിങ്കുനെ അവിടെ നിങ്ങൾക്ക് ഇറക്കണത്. കഴിഞ്ഞ തോൽക്കല തന്ത്രം. ഒരാളെ ബാക്ക് ലെഫ്റ്റ് റൈറ്റ് മാത്രമേ ഇറക്കുള്ളൂ എന്ന് പറഞ്ഞാണ്ട് അവനെ ബാക്കിൽ ഇറക്കി തോറ്റാണ് നിങ്ങളെ തന്ത്രം. അതായത് ഗൗതം ഗംഭീർ ഉണ്ടായ സമയത്ത് ടീമിനെ അങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ അറിയാം. ഇപ്പത്തെ ആൾക്കാർക്ക് അറിയില്ല. ഞങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ മറ്റേ ബ്രാവോ അല്ല ഇപ്പൊ പകരം വന്നത്. ഞങ്ങളെ ബ്രാവോനെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ടീമിന് വേണ്ടി എതിരെ കളിച്ചുമ്പോ നിങ്ങൾ ടീം കളിച്ചു കൊടുക്കുക ഒരു സോഫ്റ്റ് കോർണറാ. അപ്പൊ നിങ്ങള് ക്യാപ്റ്റന്റെ കഥ തന്നു ഞങ്ങളാണ് മൂപ്പരെ കൂടുതൽ കരിയർ ഇല്ലാതായെടുത്തുനിന്ന് വിളിച്ചു കൊടുക്കാണ്ട് ശരിയാക്കി വിട്ട് കുട്ടപ്പനാക്കി വിട്ട് ഞങ്ങളാ. ആ നന്ദി മൂപ്പര് കാണിക്കുന്നുള്ള പ്രതീക്ഷ. ഇങ്ങനെ ജയിച്ചു പോകാന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു ദയൊന്നും ഉണ്ടാവില്ലട്ടാ. ഞങ്ങള് ഫുൾ ഫോമിലാണ്. വെങ്കടേഷ് അയ്യർ അടിപൊളി ഫോമില. എല്ലാരും പറഞ്ഞു പൈസ മുടക്കിയത് പോയി എന്ന് പറഞ്ഞാലും തലയാണ് ക്യാപ്റ്റൻ. തല മാത്രം മതി, തലയാണ് ക്യാപ്റ്റൻ. നിങ്ങൾ നോക്കിങ്ങള് ഇന്ന് കളിന്റെ മാറ്റം നിങ്ങൾ ഇനിയിപ്പോ എന്ത് വെങ്കടേഷ് അയ്യർ ഉണ്ടെങ്കിലും എന്ത് മറ്റേ റസലക്കത്തിനാണ്. റസലൊന്നും കളിച്ചില്ല. ഇവിടെ ക്ലിക്കാണ്, ഇവിടെ ക്ലിക്കാണ്, ക്ലിക്കാണ്. ആര് റസല് കഴിഞ്ഞിക്കണേ. നിങ്ങൾ എന്നോ ഒഴിവാക്കി വിടണ്ടാണ്. റസല് ഒന്നും കാട്ടൂല. റസല് നാരായണനെ കൊണ്ട് ഒന്നും ഗജൂല. പിന്നെ ചക്രവർത്തി അല്ല, അതൊന്നും തീരുമാനാക്കി. ചക്രവർത്തിക്ക് എന്താ? ചക്രവർത്തി ഇതുവരെ ഒരു കളിയിൽ ഒരു ബാറ്റ്സ്മാൻ മര്യാദ തലക്കെന്ത് ചക്രവർത്തി, തലക്കെന്ത് ചക്രവർത്തി, അതൊക്കെ കണക്കന്നെ. തലക്ക് തർസീബ് സിംഗ് അടിച്ചോരൊക്കെ അടിച്ചു. തല എല്ലാരും അടിച്ചു. അതാണ് തലന്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ നോക്കി നിന്നോളെ, അത് മതിയല്ലോ. അതാണ് ഇപ്പൊ നിങ്ങളെ ടീമിന്റെ ഇപ്പത്തെ പ്രശ്നം.